ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരെ അഭിഷേകം ചെയ്യും. എന്താണ് അഭിഷേകം? രാജാവായിട്ട് അഭിഷേകം ചെയ്യുക, പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുക, ചില പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവം ചെയ്യുന്നതാണ് അഭിഷേകം. നമ്മുടെ സാധാരണ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറയുന്ന വാക്കാണ് ഏത്? നമ്മൾ ചോദിക്കുക അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. എന്നാൽ അത് അഭിഷേകമല്ല, അത് ആത്മസ്നാനമാണ്. സ്തോത്രം. ദാറ്റ് ഈസ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം എന്ന് പറയുന്നത് നിന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് അഭിഷേകം. ഹല്ലേലൂയ. പിന്നെ പ്രത്യേക ദൗത്യം നിന്നെ ഏൽപ്പിക്കും. ആ ദൗത്യം ചെയ്തെടുക്കാനുള്ള ശക്തി നിന്റെ മേൽ പകരും. അതാണ് അഭിഷേകം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജാതീയ രാജാവായ കോരേശിനെ നോക്കി ദൈവം പറയുന്നു, യു ആർ ദ അനോയിന്റഡ് വൺ. നിന്നെ ഞാൻ അനോയിന്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്താൽ ആ അഭിഷേകത്തെ മാറ്റാൻ പറ്റില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സ്തോത്രം. രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ അവന്റെ മേലുള്ള ദൗത്യം ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ മേൽ വാഴുക എന്നുള്ളതാണ്. ഇസ്രായേലിനെ ഭരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിനെ ഭരിക്കുന്നതിന് മുമ്പ് ആ അഭിഷേകത്തിന്റെ നിറവിന്റെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടി അവനെ അഭിഷേകം ചെയ്തോ അവിടെ അവൻ എത്താതിരിക്കത്തക്കവണ്ണം അവനെ തകർത്ത് കളയുന്ന ഒത്തിരി ശക്തി ഉണ്ടായിരുന്നു. ഇത് പകൽക്കാലം ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഒരു ദൈവിക അഭിഷേകം നിനക്കുണ്ടോ? നിനക്കൊരു പോരാട്ടമുണ്ട്. ഒരു അഭിഷേകം നിനക്കുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത തലത്തിൽ നീ എത്താതിരിക്കത്തക്കവണ്ണം നിന്നെ തകർക്കുന്ന ചില തടസ്സങ്ങൾ, എന്നാൽ ആ തടസ്സങ്ങളെ അതിജീവിക്കുന്നതാണ് ഈ അഭിഷേകം. സിംഹം ചാടിയാലും കരടി ചാടിയാലും ഗോലിയാത്ത് മുന്നോട്ട് വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അല്ല ശൗലേ നീ തന്നെ വന്നാലും എന്നെ തകർക്കാൻ പറ്റില്ല. കാരണം എന്റെ പേരുള്ള അഭിഷേകം തകരുന്ന അഭിഷേകമല്ല. എന്റെ പേരുള്ള അഭിഷേകം കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി നിന്നെ വഴിമധ്യത്തിൽ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് ഇടുന്ന സകല പ്രതികൂലങ്ങളെ നോക്കി നീ പറയണം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കട